ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നേ. ഞങ്ങളിന്ന് എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എറണാകുളത്താണ് നാത്തൂൻ പ്രിയ ചേച്ചിയും സതീഷ് ഏട്ടനും താമസിക്കുന്നത്. ഇവിടെ തേവരയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവരൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണിത്. ഇവിടെ മൊത്തം 4 ഫാമിലി ഉൾപ്പെടുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. നാത്തൂനും സതീഷ് ഏട്ടനും ഒരു മകനാണുള്ളത്, ശരത്ത്. അവൻ സൗദിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ രാവിലത്തെ ഏറനാട് ട്രെയിനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അത് വെളുപ്പിനെ ഇറങ്ങിയതുകൊണ്ട് ആ ഒരു ക്ഷീണം ഞങ്ങൾക്കുണ്ട്. അപ്പം ഉണ്ണിക്കുട്ടനും കുഞ്ഞാവയൊക്കെ ട്രെയിനകത്തിരുന്ന് ഉറങ്ങിയിരുന്നു. അപ്പച്ചിയെ കണ്ടപ്പോൾ കുഞ്ഞാവയ്ക്ക് ഹാപ്പിയായി. അപ്പോൾ ഇതെവിടാ വരുന്നേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഈ കുഞ്ഞുവാവ. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് അകത്തേക്ക് അങ്ങ് കയറി. ഇന്ന് സതീഷ് ഏട്ടന് ഡ്യൂട്ടി ഇല്ലായിരുന്നു. കുഞ്ഞിന് ഒരു രാവിലത്തെ തണുപ്പിൻ്റെ ഒരു ചുമയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് മാറി. അങ്ങനെ അപ്പച്ചിയുമായിട്ട് കുഞ്ഞാവ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടുത്തെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാളും കിച്ചണും ബാത്റൂമും ഒരു റൂമും ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ താമസ സൗകര്യം. 2 അക്വേറിയമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതേ ഇതുപോലെ വിളക്ക് കത്തിക്കുന്നതൊക്കെ ഈ ഒരു സ്പേസിലാണ്. ഈ ഒരു സ്പേസിൽ വിളക്ക് കത്തിക്കാനായിട്ട് ഉണ്ട്. പിന്നെ ഹാളിൽ തന്നെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് താമസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞ് കട്ടിലേക്ക് ഇരുന്ന് കളിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. TV ഹാളിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ആയൊരു കോർണറിലൊക്കെ ആയിട്ട് വെച്ച് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് 2ാമത്തെ അക്വേറിയം. ഒത്തിരി മീനുണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിൽ. കുറേയൊക്കെ ഈ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഫുഡ് ബുദ്ധിമുട്ടായിട്ട് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അകത്തും ഇതുപോലത്തെ ലിക്കർ ബോട്ടിലൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുന്നത് കൊണ്ട് ചേച്ചി ഇന്ന് അപ്പവും ഭൂരിയും ഉണ്ടാക്കി. പിന്നെ അതിനായിട്ട് ഗ്രീൻ പീസ് കറിയും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്. അടിപൊളിയായിട്ട് കടലക്കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയതും ഉണ്ട്. അപ്പം അടിപൊളിയായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇങ്ങനെ നമ്മൾ സ്വന്തമല്ലാതെ മറ്റൊരാൾ വെച്ച് തരുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക്. തനിയെ ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാനാണ്. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഇതാണ് റൂം. ചേച്ചിയുടെ മെഷീനും കൂളറും 2 അലമാരയും ചേട്ടൻ്റെ പണ്ടത്തെ നേവിയിലെ പെട്ടിയും പിന്നെ ബെഡ് കട്ടിലും ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഇതാണ് പ്രിയ ചേച്ചിയുടെ കുപ്പിവള കളക്ഷൻസ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നേ. ചേച്ചിക്ക് ഒത്തിരി വളകളുണ്ട്. വേറൊരു സ്റ്റാൻഡിലും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിക്കാത്തത് കൊണ്ട് മാറ്റിയെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് അടുക്കള വശം. ഇവിടെ അത്യാവശ്യം കറ്റാർവാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ 2015 എറണാകുളത്തേക്ക് താമസമായി വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ വെച്ച മുരിങ്ങയാണ് ഇത്. ചേച്ചി ഇവിടെ വന്നിട്ട് വെച്ചൊരു മുരിങ്ങയാണ്. ഇത് എല്ലാ വർഷവും നല്ലപോലെ കാതരുന്ന, അതായത് താഴെയാണ് ഇത് താഴോട്ടാണ് ഇതിൻ്റെ ചില്ലകൾ നിന്ന് ഇഷ്ടം പോലെ മുരിങ്ങയ്ക്ക ഉണ്ടാകുന്ന മുരിങ്ങയാണ് ഇത്. ഇതിൻ്റെ കമ്പ് നമ്മളും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങോട്ട് ഇത് നല്ല രീതിയിൽ വളരുന്നില്ല. പിന്നെ പ്രിയ ചേച്ചി തന്നെ വെച്ചൊരു ഓമയാണ് പപ്പായ. ഇതിലും ഇഷ്ടംപോലെ പപ്പായയ്ക്ക ഉണ്ടാകുന്നുണ്ട്. മുരിങ്ങയ്ക്ക നമ്മുടെ നാട്ടിൽ 10-500 ഒക്കെ ആകുന്ന ടൈമിൽ ഇവിടെ ഇഷ്ടംപോലുണ്ട്. അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കാണാം. ബൈ.